തൃഷയെ പരാമർശിച്ചതിൽ ഉദയനിധി അറസ്റ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ശരിക്കും തൃഷേനെ ഉദയനിധി പരാമർശിച്ചിട്ടുണ്ടോ അതോ കളിയാക്കിയിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് വിജയ് ഉദയനിധി അറസ്റ്റ് ചെയ്തതെന്നുള്ള ഒരു ഗോസിപ്പ് ഇന്നലെ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും ഉദയനിധി എന്താ പറഞ്ഞതെന്ന് അറിയോ? എങ്ക തണ്ണി വെറുതോ ഇല്ലയോ, അങ്ക തണ്ണി വരണം. അപ്പോ ജനക്കൂട്ടത്തിൽ ആൾക്കാർ തൃഷ തൃഷ എന്ന് പറഞ്ഞിട്ട് ഹോളി ഇടാൻ തുടങ്ങി. അപ്പോൾ ഉദയനിധി അതിന് മറുപടി പറഞ്ഞ് ഞാൻ കാവേരി തണ്ണിയതാ സൊന്ന എന്നുള്ളത്. ഇത് എന്താ മനസ്സിലാക്കേണ്ടത്? ശരിക്കും ഉദയനിധിയുടെ ഭാഗത്തു നിന്നാണോ തെറ്റ് അതോ ജനങ്ങളുടെ ഭാഗത്താണോ തെറ്റ്? ഞാൻ ഉദയനിധിയുടെ പക്ഷത്താണ്. കാരണം അവിടെ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഡബിൾ മീനിങ് ആയിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. പക്ഷെ അത് പറഞ്ഞ നല്ല ഉദ്ദേശത്തിലായിരിക്കും. പക്ഷെ ആൾക്കാർ ഇങ്ങനെ എടുത്താൽ അത് കേസായി, കൂട്ടുമായി, അവിഹിതമായി, മറ്റേതായി, മറിച്ചതായി എങ്ങോട്ടൊക്കെയോ പോകുന്നു. അതന്നെയാണ് ഇന്ന് ന്യൂസിൽ ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഉദയനിധി വീട്ടിലെത്തി പിടികൂടി പോലീസ്. ഉദയനിധി അറസ്റ്റ് ചെയ്യാൻ ഇത്രയും നാടകീയത ആവശ്യമൊന്നുമില്ല. ഭാര്യ ഇപ്പോൾ എന്തായാലും വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് വീട്ടിലെ എല്ലാവരും തള്ളി മാറ്റിയിട്ട് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് TVക്കില് വിജയ് ആഹ്വാനം ചെയ്തു എന്നാണ് പറയുന്നത്. ശരിയാ, അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ വിജയ് തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ നടന്നിട്ടുണ്ടാവും. അറസ്റ്റ് ചെയ്തിട്ട് എന്തായാലും തിരിച്ചു വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്ന് മെയിൻ ആയിട്ട് ന്യൂസിലുള്ളത്. പിന്നെ വേറെ ന്യൂസ് എന്താ വെച്ചാൽ മന്ത്രിമാരെ ഇതെന്ത് ബിഹേവിയർ എന്നാണ് പറയുന്നത്. CP ജോണിന്റെയും K മുരളീധരന്റെയും വാക്കുകൾ വിവാദമായി. CP ജോൺ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പ്രിയദർശിനി ബസ്സിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീകള് ദാരിദ്ര്യം കാണിക്കുകയാണ്, പ്രിയദർശിനി ബസ്സിൽ എല്ലാവരും കുത്തി കയറുകയാണ്, പൈസ ഉണ്ടായിട്ടും നല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട സർക്കാർ ആശുപത്രിയിലാണ് അവർ വരുന്നത്. എന്നാൽ അവരുടെ മക്കളെ അവർ സ്വകാര്യ സ്കൂളിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ, സർക്കാർ സ്കൂളിൽ എത്ര സീറ്റ് ഒഴിവുണ്ട് അവിടെയൊന്നും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് CP ജോൺ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ നാക്കൊളുക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കാര്യം പറഞ്ഞാൽ ശരിയാ, സ്ത്രീകൾ ദാരിദ്ര്യം കാണിക്കണ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. എന്തിനാ ഈ പ്രിയദർശിനിയിൽ ഇങ്ങനെ ഇടിച്ചു കുത്തി കയറുന്നത്? പ്രിയദർശിനി ബസ് വരാൻ വേണ്ടിയിട്ട് എത്രയോ പേര് കാത്തു നിൽക്കണ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഞാനടക്കം കണ്ടിട്ടുണ്ട്. വേറെ ബസ്സില്ലാഞ്ഞിട്ടല്ലോ കേറില്ല. എന്തിനാ ഈ 20 രൂപയും 10 രൂപയും കൊടുക്കാൻ ഇത്ര മടി കാണിക്കുന്നത്? ടൈമിന് എത്തുക എന്നുള്ളത് സ്ത്രീകൾക്ക് വിചാരം ഇല്ലാത്തോണ്ടാണോ? എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ സർക്കാർ ആശുപത്രിയുടെ കാര്യം, ഞാനും സർക്കാർ ആശുപത്രിയിലേ പോവാറുള്ളൂ. കാരണം അവിടെയാണ് നല്ല ഡോക്ടറാണ്. സ്വകാര്യ ആശുപത്രിയിൽ വെറും കത്തി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രി മാത്രമേ പോവാറുള്ളൂ. അതിൽ CP ജോൺ പറഞ്ഞതിൽ എനിക്ക് എതിർപ്പ് തന്നെയാണ്. പിന്നെ സ്കൂളിന്റെ കാര്യം, പ്രിയദർശിനിയിൽ പോണ സ്ത്രീകളുടെ മക്കളൊക്കെ വേണിച്ച നല്ല സ്കൂളിലും കോളേജിലും ഒക്കെ തന്നെയാണ് പഠിക്കുന്നുണ്ടാവുക. അത് നല്ല ഫീസ് കൊടുത്തിട്ട് തന്നെയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഈ ദിവസം ബസ്സിൽ പോകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർക്ക് എന്തായാലും ജോലി ഉണ്ടാവും. ഒരു ദിവസം 600 രൂപ കൂലി ആണുങ്ങൾക്കും 400 രൂപ കൂലി പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പൊ ബസ്സിൽ കയറാൻ ഒരു സ്ത്രീക്ക് 20ഓ 50ഓ കൊടുക്കാനില്ല എന്നാണോ പറയുന്നത്? അത്രയും ദാരിദ്ര്യം പിടിച്ച സ്ത്രീകളാണോ ഇപ്പോഴും കേരളത്തിലുള്ളത്? അത് ദാരിദ്ര്യം ഉണ്ടോ അതോ ദാരിദ്ര്യം ശരിക്കും കാണിക്കുകയാണോ? അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ന്യൂസിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ മഴയാണ് മെയിൻ ആയിട്ട് ന്യൂസിൽ പറഞ്ഞിരിക്കണം. മഴയിൽ എന്തായാലും കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഇപ്പോൾ തോന്നുന്നു. കാരണം അപ്പോഴേക്ക് ആൾക്കാരെ വന്നിട്ട് ഹെലികോപ്റ്ററിലൊക്കെ രക്ഷിച്ച് ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. VD സതീശൻ മുണ്ട് പൊക്കി നിൽക്കണ ഒരു ഫോട്ടോയൊക്കെയാണ് പേപ്പറിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് മുതൽ രാവിലെ മുതൽ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ശനിയാഴ്ച വരെ നല്ല മഴ ഉണ്ടാവും പറയുന്നത്. 10 ജില്ലകൾക്ക് എന്തായാലും അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും ചക്രവാത ചുഴി, ശനിയാഴ്ച വരെ കനത്ത മഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കുക. വെള്ളപ്പൊക്കം സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ ക്യാമ്പിൽ പോവുക. താഴത്തെ വെച്ച വീട്ടു സാധനങ്ങളെല്ലാം മേലെ കയറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയാൻ കാസർഗോഡും കണ്ണൂരും പാലക്കാടും തൃശ്ശൂരും എറണാകുളം നോർത്തും കൊല്ലവും തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ നല്ല പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ ജില്ലയിലുള്ളവർ സൂക്ഷിക്കുക. പിന്നെ VD സതീശൻ ക്യാമ്പിൽ വന്നിട്ട് എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ എന്തായാലും എല്ലാ പേപ്പറിലും ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങളെ സന്ദർശിക്കാനെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ആറന്മുള ചിറയമ്പ് MDL സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെ 3 വയസ്സുകാരി നവമിയെ എടുത്തപ്പോൾ അബിൻ വർക്കി MLA, മന്ത്രി C വിശ്വനാഥ് എന്നിവർ സമീപം. ഈ ഫോട്ടോയാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. അവിടെ അപ്പോഴും മന്ത്രിയുടെ ബ്രാൻഡിങ് ബൂസ്റ്റപ്പാണ് നടന്നിരിക്കുന്നത്. ദുരിതാശ്വാസത്തിന് എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പഴയ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അത്ര ആക്റ്റീവായിട്ട് എന്തായാലും ഈ സർക്കാരിന് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ മനോരമയിൽ എപ്പോഴും ഫ്രണ്ട് പേജിൽ എന്തായാലും പരസ്യം തന്നെ ആയിരിക്കുമല്ലോ. മനോരമയിൽ ഇപ്രാവശ്യം ഫ്രണ്ട് പേജിൽ ഇന്നത്തെ ഫ്രണ്ട് പേജിൽ കാണുന്ന സാംസങ്ങിന്റെ ഗാലക്സി S Fold Ultraന്റെ Fold 8ന്റെയും AI വർഷം പുറത്തിറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമാണ്. എന്തായാലും ഫ്രണ്ട് പേജിൽ തന്നെ 2 ഫോണിന്റെയും കൊടുത്തിട്ടുണ്ട്. ഫോൾഡഡ് ഫോണാണ്. സാംസങ്ങിന്റെ Z Fold 8 Ultrയ്ക്ക് 2 ലക്ഷം രൂപയും സാംസങ്ങിന്റെ Z Fold 8
ഡേറ്റിന് 1,50,000 രൂപയാണ് കമ്മി കൊടുത്തിരിക്കുന്നത്. 0 ഡൗൺ പേയ്മെന്റിലൂടെ മൈജിയിൽ കിട്ടുന്നും കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, സാംസങ്ങിന്റെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, അതിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോൺ കൊടുത്ത 10,000 രൂപയ്ക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തെന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാലിഡിറ്റി എന്തായാലും ആഗസ്റ്റ് 6 വരെ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞിട്ട് മൈജിന്റെ കൊടുത്തിട്ടുണ്ട്. EMIയിൽ എന്തായാലും 0 ഡൗൺ പേയ്മെന്റിലൂടെ കിട്ടും. അപ്പോൾ മാസം 4,500 രൂപ അടക്കണം എന്നുള്ളതും പറഞ്ഞിട്ട് HDFC, TVS ക്രെഡിറ്റിന്റെ സാംസങ്ങിന്റെ ഫൈനാൻസും ബജാജ് ഫൈനാൻസും എടുക്കുന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഴക്കടിയായതും കൊണ്ട് ആരും വെളിയിലത്തെ യുദ്ധത്തിന്റെ കാര്യത്തെ പറ്റിയിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ യുദ്ധം അവിടെ ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ചെങ്കടലിൽ യമൻ തീരത്ത് സമീപം ആക്രമണം, ഇന്ത്യൻ കപ്പലിൽ മുക്കി ആക്രമണം, ഹൂതി ശക്തി കേന്ദ്രം അൽ ഹൈദയ്ക്കു സമീപം 13 ഇന്ത്യക്കാരുൾപ്പെടെ മുഴുവൻ യാത്രക്കാരെയും രക്ഷിച്ചു. അപ്പൊ അങ്ങനെ യമന്റെ തീരത്ത് അത് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉപരോധം എന്തായാലും അവർ പ്രഖ്യാപിച്ചിട്ടെന്ന് പറയുന്നത്. ഇപ്പൊ വിമാന അപകടങ്ങൾ നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിമാനം തകർന്ന് താഴെ വീണ് മരിച്ചൊക്കെ നിങ്ങൾക്കറിയാം, അഹമ്മദാബാദിൽ കഴിഞ്ഞ വർഷം നടന്നത്. അപ്പോൾ ഇന്നലെയും ഡൽഹിയിൽ അങ്ങനെ ഉണ്ടായി എന്നാ പറയണത്. പക്ഷെ ഭാഗ്യം കൊണ്ട് ആർക്കൊന്നും സംഭവിച്ചില്ല. 300 അടി താഴേക്ക് ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് താഴെ പോയി എന്നാ പറയണത്. പക്ഷെ രക്ഷപ്പെട്ടു എന്തായാലും. ഫുക്കാറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് പൊടുന്നനെ 300 അടി താഴേക്കും പതിച്ചു. 13 യാത്രക്കാർക്കും 4 ജീവനക്കാർക്കും പരിക്കേറ്റു. 3 മിനിറ്റോളം ശക്തമായി കുലുങ്ങിയ വിമാനത്തിന്റെ ക്യാബിൻ സീലിംഗ് പൊട്ടി, ലഗേജ് കാരിയർ തകർന്നു. ക്യാബിൻ ക്രൂവിലെ ഒരാളുടെ പരിക്കു ഗുരുതരമാണെന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിയ വിവരം DGC അന്വേഷണം പ്രഖ്യാപിച്ചു. കൂടുതൽ ഇങ്ങനെ പറക്കുമ്പോൾ ചൊല്ലിയൊക്കെ വരുമ്പോൾ ബ്ലാക്ക് ബോക്സ് നമുക്ക് നിൽക്കാറാണ് പതിവ്. വിമാനത്തിൽ സാധാരണ 2 ബ്ലാക്ക് ബോക്സാണ് ഉണ്ടാവുക. ഒന്ന് കേട് വന്നാലും മറ്റൊന്ന് വർക്കാവും. പക്ഷെ പലപ്പോഴായിട്ട് ഇപ്പോൾ 2 ബ്ലാക്ക് ബോക്സും തകരാറിലാവാറുണ്ട്. എന്താ പ്രശ്നം, വിമാനത്തിന്റെ പ്രശ്നം എന്നുള്ളത് ബ്ലാക്ക് ബോക്സ് നോക്കി അറിയാൻ പറ്റിയിരുന്നു. പക്ഷെ ഇവിടെ ബ്ലാക്ക് ബോക്സും തകർക്കണ അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ മംഗളത്തിലൊരു ന്യൂസാണ്. പേമാരിയുടെ കണ്ണീരായി രാജേഷ്, മൃതദേഹം കണ്ടെത്തി. രാജേഷ് എന്നൊരു വ്യക്തി തിരുവനന്തപുരം സ്വദേശിയാണ് കേട്ടോ. രാജേഷ് നല്ല മുങ്ങൽ വിദഗ്ധനായിരുന്നു, നീന്തൽ വിദഗ്ധനായിരുന്നു. അപ്പോൾ ഒരു അയൽവാസി വെള്ളത്തിൽ പെട്ടുപോയതാണ്. അപ്പോൾ അദ്ദേഹം രക്ഷിക്കാൻ ഇറങ്ങിയതാണ്. പെട്ടുപോയ ആൾ രക്ഷപ്പെട്ടു. രാജേഷ് മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആളുടെ ബോഡി കിട്ടിയെന്നാണ് ഇതിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എത്ര മുങ്ങൽ വിദഗ്ധനാണെങ്കിലും എത്ര നീന്താൻ അറിയുന്നവരാണെങ്കിലും വെള്ളമാണ്, വെള്ളത്തെ വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. നീന്താനൊക്കെ അറിയാം, പക്ഷെ ഞാൻ എപ്പോഴും സ്ഥിരം ഇറങ്ങണ കുളത്തിലൊക്കെ ഞാൻ ഇറങ്ങാറുള്ളൂ. നമുക്ക് അറിയാത്ത കുളത്തിലോ പുഴയിലോ ഞാൻ ഇറങ്ങില്ല. കാരണം അതിൽ എവിടെ ചുഴി എന്നുള്ളത് നമുക്കറിയില്ല. ചുഴിയിൽ പെട്ട രക്ഷിക്കാനും കൂടി പറ്റില്ല. കാരണം നമ്മളെ രക്ഷിക്കാൻ വന്ന ആളുടെയും ജീവൻ പോവും, നമ്മുടെയും ചിലപ്പോൾ ജീവൻ പോവും. അങ്ങനെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. എനിക്കും അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരെ എന്നെ രക്ഷപ്പെടുത്തി, അവനും രക്ഷപ്പെട്ടു. അവൻ കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിപ്പോഴൊന്നുമില്ല, ഒരു 10-12 വർഷം മുമ്പായിരുന്നു. എൻ്റെ നാട്ടിലൊരു കുളത്തിലായിരുന്നു. രാഹുൽ പറഞ്ഞൊരു കൂട്ടുകാരനായിരുന്നു എന്നെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ നീന്തൽ പഠിച്ചത് തന്നെ. എൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് തന്നെയാണ് എന്നെ നീന്തൽ പഠിച്ചത്. പക്ഷെ ചുഴി ഉള്ള സ്ഥലത്ത് നമ്മൾക്ക് അറിയാത്ത കുളത്തിൽ നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത്. അറിയുന്നതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഏത് ഭാഗത്താണ് കുണ്ടും കുഴി ഉള്ളതെന്ന് അറിയാം. പോരാത്തതിന് ചേറായിരിക്കും. ചേറിൽ കാല് പെട്ട എടുക്കാൻ മിക്കവർക്കും പറ്റില്ല. കാരണം ആ സമയത്ത് ആളെ പെടും. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. മദ്യത്തിൽ വേണ്ട കൃത്രിമ ഫ്ലേവറുകൾ. അതായത് നമ്മൾ എന്തായാലും ഇപ്പൊ മാജിക് മൊമെന്റ്സ് ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോക്ലേറ്റ്, ഓറഞ്ച്, വാനില, ഗുവ ഫ്ലേവറിലൊക്കെ കാണുമല്ലോ. ഇനി അത് വേണ്ട. അതിനൊക്കെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്തായാലും മുടക്കിയിട്ടുണ്ട്. അതായത് ഓൾഡ് മൊങ്കില്, റോയൽ ചലഞ്ചില്, ബ്ലാക്ക് പെപ്പർ ഡീലക്സില് ഇതിലൊക്കെയാണ് വിലക്ക് വന്നിരിക്കുന്നത്. കാരണം ആ ഫ്ലേവർ ചേർക്കുമ്പോൾ അത് മനുഷ്യന് കൂടുതൽ ഹാനികരമായതും കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തായാലും വിലക്ക് വന്നിട്ടുണ്ട്. UBI, കിംഫിഷർ, തിലക് നഗറിൽ ഇതിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ആ ഷെയർ ഇപ്പോൾ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ വിലക്കിയതല്ല. അതുകൊണ്ട് അവരുടെ മാർക്കറ്റ് എന്തായാലും കുറച്ച് ഇടിയും. ഈ സമയത്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ എങ്ങനെയായാലും ഗുണം ചെയ്യും. കാരണം മദ്യം ഏറ്റവും കൂടുതൽ വിറ്റ് പോണ ടൈം അതാണ്. ഇത് നിങ്ങൾക്കൊരു ലോട്ടറി പോലെയാണ്. ഇപ്പോൾ ഷെയർ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത്. സ്വർണത്തിന് വലിയ വില വ്യത്യാസമൊന്നുമില്ല. 1,05,600 രൂപ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ വേറെ ഒരു ന്യൂസ് ആണ്. ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞു. റെക്കോർഡിൽ US വിപണി. ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞിട്ട് നമുക്കിവിടെ പെട്രോളിന് വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല.
ക്രൂഡ് ഓയിലിന് വില കൂട്ടിയിട്ട് ഇന്ത്യയിൽ പെട്രോളിന് വലിയ രീതിയിൽ വില കൂട്ടിയിട്ടില്ല കേട്ടോ. അതൊരു അതിശയമായിട്ടുള്ള കാര്യമാണ്. ഹോർമോസ് തുറക്കാൻ ധാരണയാകുന്നു എന്നുള്ള ഒരു ന്യൂസും കൂടി ഇവിടെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും വിവാഹിതനാവാൻ പോവുകയാണ്. തന്റെ കാമുകിയും കുറെ കാലമായിട്ട് ലിവിങ് ടുഗദർ ആയിട്ടായിരുന്നു ജോർജീനയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഇപ്പൊ എന്തായാലും 2 കുട്ടികളും ഉണ്ട്. പക്ഷെ എന്തായാലും വിവാഹിതനാവാൻ പോവുകയാണ്. ആ വിവാഹ തീയതിയൊന്നും എന്തായാലും കൊടുത്തിട്ടില്ല. എന്തായാലും കനത്ത സുരക്ഷയോടെയാണ് വിവാഹം നടക്കാൻ പോകുന്നതാണ് പറയുന്നത്. എന്തിനാ ഇനിയിപ്പോ ഒരു വിവാഹത്തിന്റെ ആവശ്യം എന്നറിയില്ല. ഒരു രജിസ്റ്റർ മാരേജിൽ രജിസ്റ്റർ ചെയ്യായിരുന്നു. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടല്ലോ, അതുകൊണ്ട് ആയിരിക്കാം ഇപ്പൊ വിവാഹം നടത്തുന്നത്. അപ്പൊ ഇന്നത്തെ അത്യാവശ്യം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പത്രവാർത്താസിൽ മെയിനായിട്ട് മഴ തന്നെയാണ്. മഴയെ പറ്റിയിട്ട് മരണത്തെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് നാളെ വീണ്ടും കാണാം. ക്യാമറമാൻ ലെബിനൊപ്പം സുഹിത്തസ് നായരും.